ഹലോ ഗായ്സ്, അപ്പോൾ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാളെ രണ്ട് കോസ്റ്റ്യൂമാണ്. അതിന് ഇങ്ങനെ ഒരേ ഡ്രസ്സും നമ്മൾ പുറത്ത് പോകുമ്പോൾ കൂടുതലല്ല ഒരേ ഡ്രസ്സാണ് യൂസ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരുമിച്ചല്ലേ? അല്ല, പിന്നെ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിടും. ഷർട്ട് ഇടല്ല, പിന്നെ വ്ളോഗ് എടുക്കുന്ന സാധാരണ ഞങ്ങളെ വീടിൻ്റെ അടുത്തൂടെ ഞങ്ങൾ ഷർട്ടൊന്നും ഉണ്ടാകാറില്ല, അല്ല തന്നെ ചൂടെടുക്കും. അപ്പോൾ ഞങ്ങൾ പോകുന്നത് എങ്ങനെ വെച്ചാൽ, ഞങ്ങൾ ചെറിയ കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. വലിയ കൃഷിക്കാരൊന്നുമല്ല, കർഷകനല്ലേ മേഡം, ഒന്ന് പറിക്കാൻ ഇറങ്ങിയതാ. ആയുധങ്ങളൊന്നുമില്ല. അപ്പോൾ ആയുധങ്ങളൊക്കെ അടുത്ത വീട്ടിൽ നിന്ന് ചോദിക്കണം. ഇപ്പോൾ കള പറിക്കാൻ ആയുധം ഇല്ലാതാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ ചോദിക്കാം. ചോദിക്കാം, തൂമ്പല്ല പടന്നാന്ന് ഞങ്ങളിവിടെ പറയാം. പടന്ന ചോദിക്കാം. കുടിയാൾ എടുത്തില്ലല്ലോ, കുടിയാൾ മേനോട് അറിഞ്ഞിട്ട് വേണം. കുടിയാൾ എടുക്കാൻ മറന്നല്ലോ. കുടിയാൾ വേണോ? കുടിയാൾ വേണ്ടല്ലോ. അപ്പോൾ ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് ചേനുണ്ട്, മഞ്ഞളുണ്ട്, ചേമ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഫ്രീ നിൽക്കുന്ന സമയമല്ലേ, അതൊക്കെ കാണിച്ചു തരാന്ന് വെച്ച്. ഇനിയിപ്പോ അത് അവിടെ തന്നെ ഉണ്ടോന്നും അറിയില്ല. പന്നി ശല്യം മുള്ളൻ പന്നി അതൊക്കെ. പിന്നെ വേറെ ഗൈസ് അങ്ങനെയാണ് നമ്മളെ അനുമോളെ വീടിന്റെ ഫ്രണ്ട്, നമ്മളെ വീഡിയോസിലൊക്കെ കാണുന്ന റീൽസിലൊക്കെ അടിച്ചു വരുന്നുണ്ട്. ഞങ്ങളത് സൗണ്ട് കേട്ടപ്പോൾ അവള് വീട്ടില് എന്താ പറയാ, ഒരു അച്ചടക്കമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അവളെ തെളിയിക്കുകയാണ് ഗൈസ്. ഇപ്പൊ അടിച്ചു വരുന്നത് മിനിറ്റ് വെച്ച് അടിച്ചു വരുന്നത്. ഇത് ഞങ്ങൾ അംഗനവാടിയിട്ടാ ഗൈസ്. നമ്മളങ്ങനവാടിയല്ലേ, ഞങ്ങളങ്ങനവാടി കണ്ടോ. ഞങ്ങളെ സൗണ്ട് കേട്ടിട്ട് മാമിയൊക്കെ പാർത്തിരിക്കുന്നു. എല്ലാവർക്കും നോക്കും എന്തോ ഒരു ആ ചൂലോണ്ടുള്ള അടിയിൽ അറിയാം, എനിക്ക് അടിച്ചു തരാൻ അറിയുന്നതാണ്. രണ്ടെണ്ണം ഉണ്ട്. സംഘം പടന്നെടുത്തുണ്ടോ? പടന്നെടുത്തോ? ഇവിടെ അല്ലേ പടന്ന അനു? എന്താട്ടാ അനൂസ്? അല്ല, ഇവിടെ ആരാ കാട് കിട്ടി? കാടൊക്കെ ഒന്ന് കിട്ടി. അവിടെയാണ് നമ്മുടെ കൃഷി സ്ഥലം. ഞങ്ങളുടെ സ്ഥലമല്ല, വേറെ ആരോടോ. ആരാ കാട് കിട്ടിയാരാ? ഞങ്ങളവിടെ വെച്ചു ഗൈസ്. കുഞ്ഞാനെ പോയി എടുത്തോ, നമ്മളെ മാമൻ്റെ മകൻ ക്യാമറമാൻ. കുളിച്ചിട്ടൊന്നുമില്ല കണ്ടോ ഗൈസ്. ഞങ്ങളെ സൗണ്ട് കേട്ടപ്പോൾ ഇവിടെ അടിച്ച് വാരും പോലെ, ഇവിടെ അടിച്ച് വാരുന്ന ആളാണെന്ന് കാണിക്കാൻ ഗൈസ്. ആടെന്താ ആക്കിയത്? അടുക്കള പൊളിച്ചല്ലേ. ഇത് ഞങ്ങളുടെ മാമൻ്റെ വീട്ടാ. പക്ഷെ അന്ന് നമ്മൾ കണ്ടില്ലേ വലിയച്ഛന ഇതാ ഗൈസ് അവിടെ ഇരിക്കുന്നു. ഇവിടെ വരെ അടുക്കള തറക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. മാവടല്ലേ പോയിക്കോ അടുക്കള. ഇത് മാമൻ്റെ വീട്. പടവിങ്ങോ ഏടാ മെത്തലേടാ? പത്മിനിയേച്ചിൻ്റെ അവിടെ അല്ലേ? പടുത്തിറക്കും കുഞ്ഞാൻ. നമ്മള് ചേന കൊത്തുക. അല്ല, ഞങ്ങൾ കൊത്തിക്കോളാം. പടം നിർത്തുന്നത് ഇതാരാ? മാതുക്കുട്ടി. തക്കുടിയാടാ? തക്കുടി പോയി കളിക്കാൻ പോയോ? ഫുൾ പറമ്പാണ്. ആരുടേതോ പറമ്പ്. ഇവിടെ ഉള്ളൊരു താത്തൻ്റെ കയ്യിലൊക്കെ പറമ്പാണ്. ഞങ്ങൾ അവിടെയാണ് നമ്മുടെ ചേന മഞ്ഞളൊക്കെ നട്ടത്. സ്വന്തം പറമ്പിലൊക്കെ എന്നാ ഒരു കൃഷി ചെയ്യാൻ പറ്റിയാലേ. സ്വന്തം പറമ്പിലൊക്കെ എന്നാ കൃഷി ചെയ്യാൻ പറ്റുമായിരിക്കും. ആരാടാ അതാരാ അതിലൂടെയൊക്കെ വരുന്നത്? ഇവിടെ അല്ലേ പടന്ന കാണുന്നില്ല മേമേ? ഇതാ ഇവിടെ ഇതാടാ പടന്ന. ഇതാണോ? അല്ല, അനുവിൻ്റെ അവിടെ നിർക്കാം. തക്കൂടെ അവിടെ പോയി കുഞ്ഞു എന്തായി ചായ അടിക്കാണ്ടെന്ന് ഇപ്പം എണീച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളെ ഉച്ച നല്ല ശീലം പഠിക്ക്. ഉച്ച ആകുമ്പോൾ കിടന്നുറങ്ങല്ലേ ചെയ്യോ? അതാറെ ക്യാമറമാനും പഠിക്കണമല്ലോ. ഞങ്ങളെ ശീലം പഠിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അതോണം പഠിക്കുക. പക്ഷെ നല്ല കാര്യങ്ങൾ മാത്രം പഠിക്കുക, ചീത്ത കാര്യങ്ങൾ പഠിക്കരുത്. അതേ പറയുള്ളൂ, ചെയ്യാറുള്ളൂ. ഞങ്ങൾ ഇത്രയും നല്ല കുട്ടികൾ വേറെ ഇവിടെ ഉണ്ടോ? ഗായ്സ് എല്ലാവരും നല്ലോണം ഞങ്ങൾ കൃഷി സ്ഥലത്തേ പോട്ടെ. ഇനി ഇവിടെ നിന്നാ ചീത്ത ആക്കി വെക്കൂ. ഒരു പൂച്ചക്കുട്ടി ഗൈസ്, നമുക്ക് പൂച്ചക്കുട്ടിയാണെന്നുണ്ടോ ഗൈസ്? ഇതാണ്ടോ, ഇത് പൂച്ചക്കുട്ടി തന്നെ ആണോ അതോ മ്യാവ് മ്യാവ്?
അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ചേനയുള്ള ഇടത്തിലേക്ക് പോവാണ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ആരോ വരുന്നുണ്ട്. വ്ളോഗല്ലടോ, ഞങ്ങൾ വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേ. വീഡിയോ കോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്, പറ്റിക്കുക. ഓന് വ്ളോഗിലൊക്കെ വരാൻ നാണാ സനൂട്ടന്. ഇതാടി നമ്മളെ സച്ചടി, അത് സനൂട്ടെ, അതല്ലു കേട്ടോ ഗൈസ്, ചുമ്മാ പറയാം. അട്ട അല്ലു ഫ്രീക്കെ ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ചേന ഉള്ളത്. മഞ്ഞളുണ്ടോ? മഞ്ഞൾ, ചേന. ചിഞ്ചുട്ടേ വേവാ. ഇതിലൊക്കെ ഇതൊക്കെ ഇത് ചേനയാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ചേന. അത് കണ്ടോ, ഇത് മാന്തി കണ്ടോ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഇതാ ഓരോന്ന് മാന്തിക്ക്. അപ്പോൾ വന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ മാന്തി. ഞങ്ങളിതാ പറഞ്ഞത് കുറച്ചിതാ ഇതും മാന്തിയതാ. നമുക്ക് നോക്കാം എന്താ ഉണ്ടോയെന്ന്, കൊത്തി നോക്കണം. ഇതൊക്കെ ചേന തന്നെയാണ്. ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലേ കിട്ടില്ല. മഞ്ഞൾ പിന്നെ ഒന്നും, അതായത് മഞ്ഞളാട്ടോ. മഞ്ഞൾ കൊത്താനായില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ കൊത്തും. മഞ്ഞൾ പിന്നെ ഒന്നും, അങ്ങനത്തെ സാധനങ്ങൾ മഞ്ഞൾ ഒന്നും ചെയ്യൂല. കാരണം മഞ്ഞൾ പിന്നെ ഒന്നും തിന്നൂല, പക്ഷെ ബാക്കിയൊക്കെ തിന്നും. ചിഞ്ചോ, ചേന ഒരു വിധമൊക്കെ പോയിക്ക് കിട്ടുക നോക്കുക. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ചേന എന്തോ കിട്ടുമോയെന്ന്. ഇതാണ് നമ്മൾ കൃഷി ചെയ്ത്. കഴിഞ്ഞ വർഷം നല്ലോണം മഞ്ഞളൊക്കെ ഉണ്ടായി, പക്ഷേ ഈ വർഷം ഞങ്ങൾ കുറച്ചേ നട്ടിയുള്ളൂ. ഈ കുറച്ച് മെനക്കേട്, നമ്മൾ ഇത്രയും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല, വലിയ കാര്യം നമുക്ക് കിട്ടൂല അല്ലേ. കൃഷിക്കാരുടെ അവസ്ഥ അതാണ്. കാരണം ഇതാണ്ടോ, നിങ്ങൾ നോക്കിയതാ, വലിയ കൃഷിക്കാരനാണോ ഇത്? നോക്കിയതാ, നമ്മളിപ്പോൾ ഇതിലൊന്നുമില്ല. അതാ പറഞ്ഞ 2-3 ദിവസത്തെ അധ്വാനാണ്. കണ്ടോ മഞ്ഞൾ. പിന്നെ മഞ്ഞളിൻ്റെ അടുത്തേക്ക് ഒരു സാധനം വരൂല, അത് ഞാൻ പറഞ്ഞിപ്പോൾ ഇനി പറഞ്ഞു. മഞ്ഞളിൻ്റെ അടുത്തേക്ക് ഒന്നും വരൂല, പക്ഷെ ചേന, ചേമ്പ്, കപ്പ, കപ്പ ഒന്നുമില്ല. കപ്പൊക്കെ ഉണ്ടായി ഇവിടെ ഉണ്ടോ? കപ്പൊക്കെ ഉണ്ടായി, ഒക്കെ പോയി. എന്ത് ചെയ്യാൻ? കൊത്തിയൊക്കെ കൈ. ആദ്യത്തെ കൊത്ത് നമ്മൾ കാണിച്ചു തരാം. കൊത്തിയിട്ട് എന്തോ കിട്ടും നോക്കുക. അങ്ങോട്ട് വാ. ആദ്യം തന്നെ കൊത്തുമ്പോൾ ഇത് കൊത്തി വെക്ക്, വിടുക. അപ്പോൾ ഈ കൂടെ ഒന്ന് കൊത്തി വെക്ക്. അപ്പോൾ ഗൈസ് ഓൻ കൊത്തുന്നതാണ്, ഇവന് കൊത്താൻ അറിയാമെന്ന് അറിയാം ഗൈസ്. അങ്ങനെ കുഴിച്ചിട്ടാട്ടോ മഞ്ഞൾ. അതായത് ഇതൊന്നും ഇതാക്കാൻ സൈഡിൽ കൂടെ ഞങ്ങൾ മഞ്ഞൾ നട്ടതാ. മഞ്ഞളുടെ മണം കേട്ടാൽ മണം അടിച്ച നമ്മളങ്ങനെ പറഞ്ഞ് ശീലമായി പോയാ. മണം അടിച്ചു കഴിഞ്ഞാൽ ഒന്നും വരൂലെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് കൊത്താണെ ചേന കൊത്തിപ്പോല്ലേ. ഇങ്ങനെയാണ് ചേന സൈഡിൽ കൂടെ ഉള്ള മണ്ണെടുത്തിട്ട് അത് ചേനൻ്റെ ഒരു സാധനം പോലും കാണുന്നില്ല. മഞ്ഞളുണ്ടാടാ? ആ, മഞ്ഞൾ അങ്ങോട്ട് എടുത്തേക്ക്. ഇതാ നമുക്ക് എടുക്കാം ലാസ്റ്റ്. മഞ്ഞൾ നോക്കി കൊത്ത്, നന്നായിട്ട് കഷ്ണാക്കല്ലേ, പൊട്ടത്തരം ചെയ്യല്ലേ. കണ്ടോ, ചെറിയൊരു ഇത് നട്ടതാ ഗൈസ്, നല്ലോണം മഞ്ഞളുണ്ടാക്കി. നല്ല പറമ്പാ, പക്ഷേ നല്ല പൊന്നു പറയുന്ന പറമ്പൊക്കെയാണ്. മഞ്ഞളുണ്ട്. മഞ്ഞൾ കൊത്താനായിരിക്കും. മഞ്ഞൾ കൊത്താൻ പറഞ്ഞമ്മ ഇല്ലല്ലോ. മഞ്ഞൾ കൊത്താനായിട്ടില്ല. മഞ്ഞൾ കൊത്താൻ നമുക്ക് വേറെ ദിവസം. ഗൈസ് ആദ്യത്തെ ചേന, കുഞ്ഞിച്ചേന ആദ്യത്തെ ചേന വരുന്നേടോ. മുള പൊട്ടിയല്ല, ആദ്യത്തെ ചേന. ആദ്യത്തെ ചേന വലുപ്പല്ല, അവിടെ വെച്ചോ. ചെറിയ ഗൈസ് കണ്ടോ, ചേന കൊത്തിയിട്ട് കിട്ടുന്നത് മഞ്ഞളാണ്. മഞ്ഞൾ ഞങ്ങൾ എന്ത് ചെയ്ത് സൈഡിൽ കൂടെ ഒന്നും എടുക്കണ്ട വിചാരിച്ചിട്ട് നട്ടതാ. ഇവിടുത്തെ പെരിച്ചായും മുള്ളംപന്നിയും ചതിച്ചു, ഒന്നും കിട്ടിയില്ല ഞങ്ങൾക്ക്. ചേന അങ്ങ് കിട്ടുന്നില്ല ഗൈസ്. അത് നോക്കിയതാ, തുള കണ്ടോ, ഇറ്റളെ കയറുന്ന തുള കണ്ടോ, തുള. ഇതിൻ്റെ അകത്തൊന്നും ചേനല്ല, ഒക്കെ ഒരു തിന്നു വയ്ക്കി. നോക്കാം, കൊത്തി വെക്കാം. പിന്നെ കൊത്താതിരിക്കുന്നത് ശരിയല്ലല്ലോ. നോക്കിയോ, കൊത്തി നോക്കിയിട്ട് ഞങ്ങൾ അവസ്ഥ നോക്കി കേട്ടോ നിങ്ങൾ.
സൈഡുള്ള കൊത്തി നോക്കുക. സൈഡുള്ള കൊത്തണ്ട, നടുവിലൊരു കൊത്ത് കുത്തിയാൽ മതി. ചെറിയ മുള പൊട്ടിയ സാധനം ഉണ്ടാവും. ഇതെന്താ അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഓ ഗായ്സ്, വലുത് കിട്ടി. ഇതുവരെ നമ്മൾ കിട്ടൂല വിചാരിച്ച സാധനം പോയി കിട്ടി, അത്യാവശ്യം വലുത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തായും. അപ്പോൾ നമുക്ക് വലിയ ചേന കിട്ടി. ഇത്രയും നേരം കിട്ടിയ ചേന കാണിച്ചു തരാം, കളവ് പറഞ്ഞല്ല. പക്ഷെ എന്തോ നമ്മുടെ പ്രേക്ഷകർ കാണാൻ ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കും. നമ്മൾ നാണം കെടുവോ, നമ്മളൊരു കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടൂലെന്ന് വിചാരിച്ചതാണോ? അത്യാവശ്യം കുഴപ്പമില്ല. ഇതൊന്നല്ല, ഈ കഴിഞ്ഞ വർഷം വലുതുണ്ടായിരുന്നു. ഞങ്ങൾ യൂട്യൂബിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ആ വീഡിയോ. ഫോട്ടോസൊക്കെ ഉണ്ടായി, നല്ലോണം. ഇത് വലിപ്പം കുറവാട്ടാ, തടിയുമില്ല. ഞങ്ങൾ കിട്ടിയതിനും വെച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കിലോൻ്റെ അടുത്തുണ്ട് തോന്നുന്നു. കാണിച്ചു തരാം. ഇപ്പോൾ കിട്ടി. ഇത്രയും നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഇവനാണ് വലുത്. ഇത് നോക്കിയാൽ ചെറുത്. ആദ്യം ഞാൻ കൊത്തിയപ്പം കിട്ടിയത്, പിന്നെ കിട്ടിയത്, പിന്നെ ഒന്ന്. മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. മഞ്ഞൾ അത്യാവശ്യം കിട്ടുന്നുണ്ട്. റംബൂട്ടാൻ ഞാൻ അവൻ കൂടിയും കൊത്തി നോക്കട്ടെ കേട്ടോ. മഞ്ഞളുണ്ട് കേട്ടോ. മഞ്ഞൾ ഒരിക്കലും എവിടെ നട്ടാലും നാശമായി പോകത്തില്ല ഒന്നും. കാരണം എനിക്ക് സംശയമുണ്ട്, അത്യാവശ്യം വലുതായിരിക്കും. നിങ്ങൾ വീഡിയോസിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഞങ്ങൾ വിചാരിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നല്ലേ. ഇതിപ്പം വീഡിയോ കട്ടാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതും വലുതായിരിക്കും. നോക്കാം. ഇങ്ങനെ സൈഡ് ഇതും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം വലുതുണ്ട്. പൊന്നൂസ് ഓൺ റെഡിയാക്കി എടുക്ക്. ഞങ്ങളെല്ലാവരും കൂടി ആട്ടാ നട്ടത്. കുഞ്ഞോനൊക്കെ ഉണ്ടായി പുല്ല് പറിക്കാനും. ഇതേ ഉള്ളൂന്നോ? ബാക്കിയൊക്കെ മുള്ളം പന്നി ഇതും കൊണ്ടുപോയടോ. അതിന്റെ വിത്താണ് കിട്ടിയെന്ന് തോന്നുന്നില്ലേ? ഇതിൽ നോക്കാം. ഉണ്ട് 24 കുഴിച്ചിട്ട് 24 ഏതും കിട്ടും നോക്കാം. മനോഹരമായ സ്ഥലം. നമ്മളെ ഇത്രയും നമ്മൾ കൊത്തിയിട്ട് കുറേ കള്ളിയിൽ നമ്മൾ നട്ടിനു. അതിലാകെ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഈ രണ്ട് വലിയ ചേന കിട്ടി. ആകെ 1 കിലോ 2-3 കിലോൻ്റെ അടുത്തുണ്ടാവും രണ്ടും കൂടി. ബാക്കിയൊക്കെ നമുക്ക് ചെറുതാള്, കുറേയൊക്കെ മുള പൊട്ടിയതാള്, ഒക്കെ പെരിച്ചായി. സൈഡിൽ കൂടെ ഞങ്ങൾ മഞ്ഞൾ നട്ടി കേട്ടോ. ചെറിയ എങ്ങനത്തെ ഓരോ കഷ്ണങ്ങൾ നട്ടിട്ടതാണ്. മഞ്ഞൾ അത്യാവശ്യം ഉണ്ട്. മഞ്ഞൾ ഇവിടെ കിട്ടും. മഞ്ഞളൊന്നും തിന്നാത്ത നല്ല മണ്ണാണ്. പക്ഷേ ഇതിങ്ങനെ ചേന ഇതൊക്കെ ഇത് തിന്നു പോയിട്ടൊക്കെ പറ്റി. മഞ്ഞളുണ്ട്. മഞ്ഞൾ ചെയ്താലും അത് കൊത്താനായില്ല. കൊത്താനായിക്ക് പക്ഷേ ഞങ്ങൾ ഇപ്പം കൊത്തുന്നില്ല. മഞ്ഞളെല്ലാം കൂടി കൊത്തിയിട്ട് വീട്ടിൽ കൊണ്ടുവരണം. ചിലപ്പോൾ നമുക്ക് ഇക്കൊല്ലം നമ്മൾ മുളപ്പിക്കാൻ വെക്കാം. നടാൻ വേണ്ടിയിട്ട് മുള എടുത്തിട്ട് ഇനി ഇത് കുറച്ച് ചാക്കിലാക്കിയിട്ട് പോക്കണം. ഇതാണ് നമ്മളിതാ ഇത്രയാണ് മഞ്ഞൾ. ഇതുണ്ടോ ചേന നമുക്ക് കാര്യമായിട്ട് കിട്ടി 1, 2, 3 പീസേ ഉള്ളൂ. ബാക്കിയൊക്കെ ചെറിയ പീസ്. ഇതൊക്കെ പേരിക്കറ്റാണ് വെക്കാം. ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം പേരിയൊക്കെ. അത്രയുള്ള നല്ല രസമാണ് കേട്ടോ ചേനപ്പേരി. കടുകൊക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം. പക്ഷേ കിട്ടിയില്ല ഗൈസ്. പറഞ്ഞോട്ടെ, ഒന്നും കൂടി ഉണ്ട് നോക്കട്ടെ. 2 ഉണ്ട് ഗൈസ്. ഇതിലുണ്ടോ കൊത്താൻ തന്നെയൊരു തോന്നില്ല. ഒന്നുമില്ലാത്തതുകൊണ്ട് കൊത്തിയിട്ട് ഒന്നും തിന്നു പോവാ. ഒന്നാമത് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഇലല്ലേ, ഇല ഇങ്ങനെ ഓരോന്ന് തിന്നുക. അപ്പോൾ ഇത് മുളയ്ക്കൂല. അതാണ് സംഭവം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സൈഡ് കൊത്തിപ്പോയല്ലോ. ഈ ഒരു സൈഡ് കൊത്തിപ്പോയി. നമുക്ക് അത്യാവശ്യം വലുതായി. അത്യാവശ്യം വലുതായി. പക്ഷേ അത്യാവശ്യം വലുതായി കൊത്തി നാശാക്കിയാണ്. ഇതേ കിട്ടിയോ?
കുഞ്ഞു ഇതാ ചാക്കൊക്കെ ആയിട്ട് ഓൻ്റെ അവിടെ നിന്ന് വന്ന് കിട്ടോ. ഞങ്ങൾ ചാക്ക് ഒന്നും എടുത്തില്ലേ, ഞങ്ങളിങ്ങനെ ഒന്നും എടുക്കാണ്ട് പടന്ന് ഒന്നും എടുക്കാണ്ടാണ് വന്നത്. ഒക്കെ ഓൻ്റെ അവിടെ പോയി ഓനെടുത്തു. കുഞ്ഞിനെടുത്തിട്ട് ചേന ഇട്ടോ, ചേന ഇട്ടിട്ട് മഞ്ഞൾ അതിലേക്ക് ഇട്ടായി. നമ്മൾ വിചാരിച്ചോണൊന്നും കിട്ടിയില്ല. ഇനി നിർത്തി ഗൈസ് കൃഷിയില്ലേ, ഇനി ചേന പരിപാടി നിർത്തി. മഞ്ഞൾ നട്ടാൽ പിന്നെ ഉപകാരമുണ്ട്, മഞ്ഞപ്പൊടിയൊക്കെ. ഈ ചേന നമുക്ക് വെറും ഒരു കാര്യം ഉണ്ടല്ലോ, നട്ടാൽ കിട്ടൂല. അത് വിടായിട്ടാക്കി കേട്ടോ ഈ ഇത് ഭാഗം. ഞങ്ങൾ പിന്നെ ചേനയൊക്കെ നടാൻ അതിന് മാത്രം സ്ഥലമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഉള്ളത് വീടിനോട് ചേർന്നൊരു 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ അല്ലേ. 5 സെൻറ്റിൽ വീടും ബാത്റൂമും കിണറും വരുമ്പോഴേക്ക് പിന്നെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് വാഴയൊക്കെ നട്ടിക്ക്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വാഴക്കന്ന് കിട്ടീനു, അതും നട്ടിക്ക്. വാഴ കൊലച്ചില്ലതായിട്ട് കൊലയ്ക്കുമെന്ന് ആർക്കറിയാം. കൃഷിനോട് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ നല്ലോണം സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നടാനും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. കുറഞ്ഞ നമ്മൾ വേറൊരാളുടെ സ്ഥലത്ത് നടുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, സമ്മതമാണ് നടുന്നതിനും ആകുന്നതിനൊക്കെ. പക്ഷേ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നടുമ്പോൾ കിട്ടുന്നൊരു വൈബില്ലേ, അത് വേറെ തന്നെ. ഇതാ മഞ്ഞൾ റെഡി സെറ്റ്. അപ്പോൾ ഞങ്ങൾ നല്ലന എടുത്ത് വീട്ടിലേക്ക് പോട്ടെ ഗൈസില്ലേ. വീട്ടിൽ പോയിട്ട് അവിടെ കൊണ്ടുവരണം. പിന്നെ വീട്ടിൽ പോയിട്ട് കാണാൻ എന്തൊക്കെയോ പണിയുണ്ട്. അലക്കണം, തുടയ്ക്കണം, അടിച്ചു വരണം, എല്ലാ പരിപാടിയുണ്ട്. അതൊക്കെ കഴിയണം. ഇഞ്ചി റെഡി അല്ലേ ഗൈസ്? ഓൻ പൊക്കുന്നു ഗൈസ്. യാ മസിൽ യാരീവൻ ചേനയും കൊണ്ടുപോയിടുന്നേ തോളിലേറ്റി ഇങ്ങോട്ടൊക്കെ. യാ ചിഞ്ചു ബലി ഗൈസ്. ഗൈസ് ഞങ്ങളുടെ വീട്ടിലെത്താനായി. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വാഴ നട്ടിട്ടുണ്ട്. ഇത് കൊലയ്ക്കോ കളിക്കോ ആർക്കുണ്ടോന്നതാ. ഇതാണ് നമ്മുടെ വാഴ നട്ടെന്ന് പറഞ്ഞില്ലേ. ഇത് താഴത്തെ വാവക്കതിൻ്റെ സ്ഥലം കേട്ടോ. ഇവിടെ കപ്പ ഉണ്ട്. വാഴ നമ്മുടെ വീട് ഗൈസ്. ഇതാ വീട്ടിലെത്താനായി. ഇനി മഞ്ഞുള്ളിയായിട്ട് ഇതാ ബാക്കിലാട്ടോ കൊണ്ടുവെക്കൽ. ഇതാണ് നമ്മളത് ചേനയും മഞ്ഞളും ഇവിടെ കൊണ്ടുവച്ച്. നോക്കട്ടെ കാണിക്ക്. അതിന് ഞങ്ങൾ അതിന് കാട്ടപ്പാന്നാ പറയാ. ഓളെന്താ പറഞ്ഞ അപ്പക്കാരോ വേറെ ഗൈസ്. ഇവർ രണ്ടാൾ 10ാം ക്ലാസ്സിലെത്തി. ഒരു കാട്ടപ്പൻ്റെ ഇല പറയ്, അപ്പൻ്റെ ഇല. ഓക്കെ, മറ്റേ ആള് അപ്പക്കാരോ, ഞങ്ങള് കാട്ടപ്പ. അപ്പൊ ഗൈസ് ഞങ്ങൾ കാട്ടപ്പാന്നറിയാം. നിങ്ങൾ പറ ഗൈസ്, നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയാ? ആ ഇല ഇപ്പൊ എന്താ? ഇല കാണുന്നില്ല, കാണിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളില് പണ്ട് നമ്മള് കൈമലൊക്കെ ഇട്ട് പൊട്ടിക്കൂലേ. പിന്നെ എന്താ മുറിയൊക്കെ പറ്റിയാലൊക്കെ തേച്ച് വെക്കുന്ന ചെറുപ്പത്തില് പിന്നെ എന്താ ചോറും കൂട്ടാനൊക്കെ കളിക്കുന്ന സമയത്ത് പൈസ ആയിട്ട് ഉപയോഗിക്കും. ബസ്സിലൊക്കെ കയറുകയാണ് എന്താ പൈസ അതിന്റെ ചെറുത് മുള പൊട്ടിയ ചെറിയതുണ്ടാവില്ലേ ഇതാ, അത് 5 ഉറുപ്പ്യ അല്ലെങ്കിൽ 10 പൈസ, മറ്റേ 10 ഉറുപ്പ്യ. അന്ന് 100 ഉറുപ്പ്യ ഒന്നും പറയാം. 100 വലിയ പൈസ. 2 ഉറുപ്പ്യ 3 ഉറുപ്പ്യ അങ്ങനെ ചില്ലറ. പിന്നെ നമ്മളെന്തോ ഒരു ചെറിയൊരു ഇല ഉണ്ടായി, നീളമുള്ള അതാണ് ചില്ലറ. പൈസ. എന്നൊരു കണ്ടക്ടർ ഇങ്ങനെ എന്തെങ്കിലും മരല്ലേ നമ്മളെ കശുവണ്ടി, ഞങ്ങളെ പറങ്കായെന്നാ അറിയാം. കശുവണ്ടീൻ്റെ മരത്തിന് പറങ്കായെന്ന്. ആ പറങ്കായിൻ്റെ മുകളിലിങ്ങനെ ആടുന്നെന്ന് കുറേ മക്കളെല്ലാവരും ഞങ്ങളെല്ലാവരും ഉണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഷന്മത്താത്ത, പിന്നെ നീതു, പിന്നെ മിന്നു, ഞാൻ, പിന്നെ കുട്ടാണി, അഖില്, ഞങ്ങൾ കുറേ ആൾക്കാരങ്ങനെ. അപ്പോൾ അതൊക്കെ രസമായി. പിന്നെ വലിയ മരത്തിൻ്റെ മുട്ടിയൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ ചെറിയ മുട്ടികൾ. എന്നിട്ട് അതിന് പെയിൻ്റൊക്കെ അടിച്ചിട്ട് മണ്ടി ഒട്ടി കളിക്കുക. എന്നിട്ട് കുന്നിൻ്റെ മുകളിൽ ഇതൊക്കെ ഭയങ്കര നോസ്റ്റായി. പഴയ കാലം കിട്ടുമല്ലോ കഴിച്ച. ഞാൻ ഇപ്പോഴും ചോറ് കൂട്ടാനൊക്കെ ഇപ്പോഴും മനസ്സിൽ തോന്നുന്നു. ചിലപ്പോൾ കളിക്കൊക്കെ ചിരട്ടിയില് അപ്പം ചുട്ട് കളിക്കുക. അതൊക്കെ ചെയ്യാറുണ്ടോ ഗൈസ്?
നമുക്ക് പണ്ടത്തെ വൈബ്. അവര് വന്നപ്പോ ഞങ്ങൾക്ക് ഓർമ്മ വന്നു, അതിന് അവർക്ക് ഒരുപാട് താങ്ക്സ്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അനിയത്തി കുട്ടികളെ മക്കളാട്ടോ, നമ്മളെ ക്യൂട്ട് കുട്ടീസാണ് അവര്. അപ്പോൾ ഇവര് ട്യൂഷൻ കഴിഞ്ഞ് വരികയാണ്. ഇപ്പോൾ രാവിലെ ഇതിലൂടെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചിരിച്ചിട്ടൊക്കെ പോവാ. നമ്മളെ വീഡിയോ കാണുന്ന മക്കൾസാണ്. അപ്പോൾ എന്താ പറയാ, ലവ് യു ഗോയ്സ്. ഇത്രയും നേരം നമ്മളെ വീഡിയോ ഞങ്ങൾ വലിയ കർഷകരൊന്നും അല്ല, ജസ്റ്റ് നമ്മളെ വീട്ടിൽ നമ്മള് സാധാ എന്താ പറയാ കൊല്ലത്തിൽ എന്തെങ്കിലും ഒരു കൃഷി കൂട്ടത്തിൽ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. എന്നാലും മടിയാണ് ചെയ്യാ, അമ്മ നിർബന്ധിച്ചിട്ട് മാത്രം ചെയ്യലാണ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ തോന്നത്തില്ല. അതാണ് ഒരു വിധം. നമ്മളെത്ര കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതിഫലം കിട്ടാതിരിക്കുമ്പോൾ ആർക്കായാലും ഉണ്ടാവും. പക്ഷെ ഇത് നമ്മൾ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മൾ ചെയ്ത് പോയിട്ട് ഇങ്ങനെ പോകും. അത് അടുത്തല്ലേ നമ്മളിങ്ങനെ ചെയ്യും. അതാണ്. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ കട്ട സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക ഞങ്ങളെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ലവ് യു ഗോയ്സ്.